നല്ല ചൂട് സമയത്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് വെജീസും, കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ കുക്കുംബർ എടുക്കാം ട്ടോ. ഇത് ഫ്രൂട്ട്സ് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല ട്ടോ. ഇത് നമുക്ക് വെജീസും ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തൊരു മിക്സ് ആയിട്ടുള്ളൊരു ഹെൽത്തി ജ്യൂസാണ് ട്ടോ. അപ്പോൾ അതാ വെജീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ചെറിയതായിട്ട് കട്ട് ചെയ്താലും മതിയാവും ട്ടോ. എന്നിട്ട് മെയിനായിട്ടുള്ള ക്യാരറ്റ് ഇല്ലാതെ ജ്യൂസൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ക്യാരറ്റ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൂട്ട്സ് മാത്രമല്ലാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും കൂടെ ആഡ് ചെയ്തിട്ടും നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ജ്യൂസ്. എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ് ട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജീസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കുറച്ച് കുക്കുംബറും കുറച്ച് ക്യാരറ്റും. ആദ്യം കുക്കുംബർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി പഞ്ചസാര ആവശ്യമുള്ളത് മാത്രം ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം ട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മിൻറ്റ് ലീഫ്. ഈ മിൻറ്റ് ലീഫ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആരും വിചാരിക്കല്ല്. ഇത് കരിഞ്ഞുണങ്ങിയ പരുവത്തിലായതാണ്. പക്ഷേ ഫ്ലേവറിനൊരു കുഴപ്പമില്ല ട്ടോ. അതുകൊണ്ട് ആ മിൻറ്റ് ലീഫും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട ട്ടോ. നമ്മൾ അതിൻ്റെ നീര് മാത്രമേ എടുക്കുന്നുള്ളൂ. നീരെടുത്തതിന് ശേഷമാണ് നമുക്കിതിൽ വെള്ളം മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കാനാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ട്ടോ. കാരണം ഞാനത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു ട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ചൂട് സമയത്ത് നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു ഡ്രിങ്ക് അതെല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ദാ ഞാനും കയ്യിലിരുന്ന എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി ഒരു സംഭവമാണ് ട്ടോ. പിന്നെ ഇതിലേക്ക് നാരങ്ങ ജ്യൂസ് ഒഴിഞ്ഞു കൊടുക്കുക ട്ടോ. നല്ലതായിട്ട് 2 മുറിയോളം. പുളിപ്പ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്യുക. അതായത് നാരങ്ങയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും ട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർത്തത്. അപ്പോൾ ആ ഒരു പുളിപ്പും കുറച്ച് എല്ലാത്തിൻ്റെയും കൂടെ ആ മിൻറ്റ് ലീഫും കുക്കുംബറും ക്യാരറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല അടിപൊളി ഒരു സൂപ്പർ ഡ്രിങ്കാണ് ട്ടോ. നല്ല ചൂടത്തുനിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് തണുപ്പിച്ചത് അങ്ങോട്ട് കുടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ട്ടോ. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുത്ത് നല്ല റീഫ്രഷ് ആവും ട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ അച്ഛമ്മ പണ്ട് എനിക്ക് ഉണ്ടാക്കി തരാറുള്ള ചീര വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ട്ടോ. ചീര ഇങ്ങനെ വറുത്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ട്ടോ. കാരണം നമ്മളതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പണ്ട് അച്ഛമ്മ എന്നും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നൊരു പലഹാരമായിരുന്നു ഇത്. നിങ്ങൾക്ക് പലർക്കും അറിയുമോയെന്നറിയില്ല. ചിലരിത് ഉണ്ടാക്കാറുണ്ടായിരിക്കും ട്ടോ. കടലമാവിലേക്ക് വലിയ മസാലകളൊന്നുമില്ല. ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലിട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ച് ഒരുപാട് വെള്ളമൊന്നും കൂടി പോവാതെ അച്ഛമ്മ ഇങ്ങനെ അതിൽ മുക്കി വറുത്ത് ഇങ്ങനെ പപ്പടം പോലെ വറുത്ത് വെക്കുമായിരുന്നു. അത് കൂട്ടി അതിങ്ങനെ കറുമുറാന്ന് കഴിക്കും ഞങ്ങൾ. നല്ല രസമായിരുന്നു അന്നത്തെ കുട്ടിക്കാലമൊക്കെ ട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് വറക്കുമ്പോൾ ഇപ്പം അച്ഛമ്മയില്ല. അച്ഛമ്മ മരിച്ചുപോയി. അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷമായി. അപ്പോൾ ഇതിപ്പോൾ അച്ഛമ്മയെ ഓർക്കാനും കൂടെ ഉള്ളൊരു അവസരം കൂടാണ്. അപ്പോൾ പണ്ടത്തെ അച്ഛമ്മയുടെ ആ ഉണ്ടാക്കി തരുന്ന ഓർമ്മകളിലൂടെ ഇത് കഴിക്കാം. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ട്ടോ. നല്ല ചീരയാണെന്ന് പറയില്ല. ചീര നമുക്ക് ഹെൽത്തിയാണ്. നല്ല വെളിയിൽ നമുക്ക് കഴിക്കാനും പറ്റുന്ന ഇലകളും പൂവുകളും എല്ലാം ഇങ്ങനെ വറുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ. കഴിക്കാൻ പറ്റുന്നത് മാത്രമേ എടുക്കാവൂ. അത് പ്രത്യേകം പറയട്ടെ കേട്ടോ. ഇപ്പം ഞാനീ പറഞ്ഞതിൻ്റെ പേരിൽ ഓടിപ്പോയ ഉള്ള ഇലയെല്ലാം കൂടെ എടുത്ത് വറുത്ത് കഴിക്കല്ലേ. അപ്പോൾ കഴിക്കാൻ പറ്റുന്നത് മാത്രം നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളത് മാത്രം എടുത്ത് കഴിക്കുക കേട്ടോ. ഇങ്ങനെ ചീര കൂട്ടാത്ത കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ വറുത്ത് കൊടുക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പം ഇങ്ങനെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.